ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അതുലിത ബലധാമം സ്വർണശൈലാഭദേഹം ധനുജവനകൃശാനും ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിദാനം വാനരാണാമദീശം രഘുപതി വരദൂതം പാദജാതം നമാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 46-ാമത്തെ സർഗം. 5 സേനാധിപന്മാരുടെ വധം. അതാൻ മന്ത്രിസുതാൻ ബുദ്ധ്വാ വാനരേണ മഹാത്മന രാവണ സംവൃതാകാരശ്ചകാരമതിമുത്തമം. മഹാനുഭാവനായ ഹനുമാൻ മന്ത്രികുമാരന്മാരെ കൊന്നതറിഞ്ഞ് രാവണൻ തൻ്റെ വികാരങ്ങൾ പുറത്ത് പ്രകാശിപ്പിക്കാതെ ധൈര്യം ഭാവിച്ച് ഉചിതമായൊരു തീരുമാനം എടുത്തു. സ വിരൂപാക്ഷയൂപാക്ഷോ ദുർധരം ജൈവരാക്ഷസം പ്രകസംഭാസകർണം ജ പഞ്ചസേനാഗ്രനായകാൻ സന്ധിദേശാദശഗ്രീവോ വീരാനയ വിശാരദാൻ ഹനുമദ്ഗ്രഹണേ വ്യഗ്രാൻ വായുവേഗ സമാൻയുധി. രാവണൻ വീരന്മാരും യുദ്ധവിദഗ്ധന്മാരും ഹനുമാനെ പിടിച്ചുകെട്ടുവാൻ താല്പര്യമുള്ളവരും വായുവേഗന്മാരുമായ വിരൂപാക്ഷൻ, യൂപാക്ഷൻ, ദുർധരൻ, പ്രകസൻ, വാസകർണൻ എന്ന പഞ്ചസേനാധിപന്മാരെ വിളിച്ച് ഇപ്രകാരം ആജ്ഞാപിച്ചു. യാതസേനാഗ്രഹ സർവേ മഹാബലപരിഗ്രഹാഃ സവാജിരതമാതംഗ സകപീശസ്യതാമിതി. സേനാപതികളെ, നിങ്ങൾ ആന, തേർ, കുതിരകളോടും വൻപടയോടും കൂടി വേഗം പോയി ആ കുരങ്ങനെ പിടിച്ചു കെട്ടി ശിക്ഷിക്കുവിൻ. യത്തൈശ്ചാകലുഭാവ്യം സ്യാത്തമാ സാധ്യവനാലയം കർമ്മജാപി സമാധേയം ദേശകാല വിരോധിനം. ആ കുരങ്ങനെ സമീപിച്ചാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയേ പെരുമാറാവൂ. മാത്രമല്ല ദേശകാലങ്ങൾക്ക് യുക്തമായ മട്ടിൽ പ്രവർത്തിക്കുകയും വേണം. നഹ്യഹന്തം കവിം മന്യേ കർമ്മണ പ്രതിതർക്കയൻ സർവദാ തന്മഹദ്ഭൂതം മഹാബലപരിഗ്രഹം ദേവേദിന്ദ്രേണ വാ സൃഷ്ടം അസ്മദർത്ഥം തപോബലാത്. അവൻ്റെ പ്രവൃത്തി കണ്ട് ചിന്തിക്കുമ്പോൾ അവൻ ഒരു സാധാരണ കുരങ്ങാണ് എന്ന് കരുതാൻ വയ്യ. എങ്ങനെ നോക്കിയാലും അത് മഹാബലവാനായ ഒരു മഹാഭൂതം തന്നെയാണ്. തപശക്തിയാൽ ഇന്ദ്രൻ നമ്മെ നശിപ്പിക്കാൻ സൃഷ്ടിച്ചതായിരിക്കാം. സനാഗയക്ഷഗന്ധർവാ ദേവാസുരമഹർഷയ യുഷ്മാഭി സഹിതേ സർവേർ മയാ സഹ വിനിർജിതാഃ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വന്ന് നാഗയക്ഷ ഗന്ധർവന്മാരെയും ദേവാസുരന്മാരെയും മഹർഷിമാരെയും ജയിച്ചിട്ടുണ്ടല്ലോ. തൈരവശ്യം വിദാതവ്യം വെളീകം കിഞ്ചിദേവ നഃ തദേവ നാത്ര സന്ദേഹ പ്രസഹ്യ പരിഗ്രഹ്യതാം. നമ്മുടെ നേരെ എന്തെങ്കിലും കൃത്രിമം പ്രവർത്തിക്കുവാൻ വഴിയുണ്ട്, സംശയിക്കാനില്ല. അങ്ങനെയാണ് ഇത് തീർച്ച. കഴിവതും ബലം പ്രയോഗിച്ച് അവനെ പിടിച്ചു കെട്ടണം. നാമമാന്യോ ഭവദ്ഭിശ്ച ഹരിർധീരപരാക്രമ ദൃഷ്ട്വാ ഹി ഹരയ പൂർവം മയാ വിപുല വിക്രമാഃ. ബാലീജ സഹ സുഗ്രീവോ ജാംബവാംശ്ച മഹാബല നീലസേനാപതിശ്ചൈവ ഹേ ചാന്യേ ദിവിരാദയ നൈവം തേഷാം ഗതിർഭീമാനതേജോ ന പരാക്രമ ന മതിർന ബലോണ്ണാഹോ ന രൂപപരികൽപ്പനം ന മതിർന ബലോത്സാഹോ ന രൂപപരികൽപ്പനം. ധീരപരാക്രമിയായി വാനരൻ നിസ്സഹരനായിട്ട് കരുതപ്പെടേണ്ടവനല്ല, അവമാനിക്കപ്പെടേണ്ടവനും അല്ല. അല്പപരാക്രമശാലികളായ സുഗ്രീവൻ, ബാലി, ബലവാനായ ജാംബവാൻ, സേനാപതിയായ നീലൻ, ദിവിതൻ എന്നിവരെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അവർക്ക് ഈ വിധമുള്ള ഗതിവേഗമോ തേജസ്സോ പരാക്രമമോ ബലവേഗങ്ങളോ ബല ഉത്സാഹങ്ങളോ ഇച്ഛാനുസാരം രൂപമെടുക്കാനുള്ള ശക്തിയോ ഇല്ല. മഹത്സത്വമിതം ജ്ഞേയം കവിരൂപം വ്യവസ്ഥിതം പ്രയത്നം മഹദാസി മഹാസ്തായ ക്രിയതാമസ്യ നിഗ്രഹ. ഇത് വാനരൂപമെടുത്തൊരു മഹാഭൂതമാണെന്ന് വേണം കരുതാൻ. അതിപ്രയത്നം ഇതിനെ പിടിച്ച് കൊല്ലുക തന്നെ വേണം. കാമം ലോകാസ്ത്രയസ്തേന്ദ്രാസുരാസുരമാനവാഃ ഭവതാമഗ്രതസ്താതും ന പര്യാപ്താരണാജിരേ. ഇന്ദ്രനോട് കൂടിയ ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിങ്ങനെ മുപ്പാരിലുള്ളവരാരും യുദ്ധകളത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ശക്തരല്ല തീർച്ച.
തഥാപിതു നയജ്ഞേന ജയമാകാംക്ഷധാരണേ ആത്മാരക്ഷ്യപ്രയത്നേന യുദ്ധസിദ്ധർഹി ചഞ്ചല. അങ്ങനെയാണെങ്കിലും യുദ്ധത്തില് ജയം ആഗ്രഹിക്കുന്ന നയജ്ഞൻ തന്ത്രപൂർവം പ്രയത്നിച്ച് സ്വജീവൻ രക്ഷിക്കേണ്ടതാണ്. യുദ്ധത്തിൽ ജയം അനിശ്ചിതമാണ്. തേ സ്വാമിവചനം സർവേ പ്രതിഗ്രഹ്യ മഹോജസ സമുൽപേതോർമഹാവേഗം ഹുതാശ സമതേജസ രഥേ തത്തൈശ്ച മാതംഗേർ വാജിഭിശ്ച മഹാജവേഹി ശസ്ത്രൈശ്ച വിവിധേ തീക്ഷ്ണേ സർവൈശ്ചോഭജിതാ ബലേഹി. അഗ്നിസമ തേജസ്വികളും മഹാപരാക്രമികളുമായ അവർ സ്വാമി വചനം അംഗീകരിച്ച് പദയാനകളോടും അതിവേഗമാർന്ന കുതിരകളോടും ശത്രുസംഹാര സമർത്ഥങ്ങളായ വിവിധ ആയുധങ്ങളോടും സൈന്യങ്ങളോടും കൂടി പുറപ്പെട്ടു. തതസ്തം ദൃശുർവീരാദീപ്യമാനം മഹാകവിം രശ്മിമന്തമിവോദ്യന്തം സ്വതേജോ രശ്മിമാലിനം. സ്വതേജസ് കൊണ്ട് ഉദിച്ചുയർന്ന സൂര്യനെ പോലെ ജ്വലിക്കുന്ന ആ കവിവീരനെ ആ രാക്ഷസവീരന്മാർ കണ്ടു. തോരണസ്ഥം മഹോത്സാഹം മഹാസത്വം മഹാബലം മഹാശക്തിം മഹാവേഗം മഹാകായം മഹാരഥിം തം സമീക്ഷൈവ തേ സർവേ ദിക്ഷു സർവാസ്വസ്ഥിതാഃ തൈസ്തേ പ്രഹരണേർഭീമേർ അഭിവേദുസ്തതസ്തദാ. അത്യുത്സാഹശാലിയും മഹാധീരനും മഹാബലിഷ്ഠനും മഹാശക്തിമാനും മഹാബുദ്ധിമാനും മഹാകായനുമായ ഹനുമാൻ തോരണമാളികയിൽ ഇരിക്കുന്നത് കണ്ട ഉടനെ പഞ്ചസേനാധിപന്മാർ നാലുഭാഗത്തു നിന്ന് ഭയങ്കരങ്ങളായ ആയുധങ്ങളാൽ അവനെ എതിർത്തു. തസ്യ പഞ്ചായസാസ്തീഷ്ണ ശിതാപീതമുഖാശരാഃ ശിരസ്സുൽപലപത്രാഭ ദുർധരേണ നിപാതിതാഃ. ഉൽപ്പലതലം പോലെ കറുത്തവയും ചുവന്ന അഗ്രങ്ങളോടുകൂടിയവയും ഇരുമ്പുകൊണ്ടുണ്ടാക്കിയവയുമായ 5 കൂർത്തുമൂർത്ത ബാണങ്ങൾ ദുർധരൻ ഹനുമാന്റെ ശിരസിൽ എയ്തു. സദൈ പഞ്ചബിരാവിദ്ധാശരേ ശിരസി വാനര ഉൽപവാദനതന്യോംനി ദിശോ ദശവിനാദയൻ. 5 ശരങ്ങൾ ശിരസിൽ തറച്ച ആ വാനരൻ 10 ദിക്കിലും മാറ്റൊലി കൊള്ളും വിധം ഗർജിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. തതസ്തു ദുർധരോ വീര സരദ സജ്ജകാർമുക കിരൺ ശരസദേ തീഷ്ണേർ അഭിഭേദോ മഹാബല. തേരിലിരിക്കുന്നവനും വില്ലുകുലച്ചവനുമായ വീരൻ ദുർധരൻ തീഷ്ണങ്ങളായ 100 ബാണങ്ങൾ ഹനുമാന് നേരെ ഇതുകൊണ്ട് അടുത്തു. സഗഭിർവാരയാമാസ്താതം യോംനി ശരവർഷിണം വൃഷ്ടിമന്ദം പയോദാന്തേ പയോദമിവ മാരുതഃ. അർദ്യമാനസ്തതസ്തേന ദുർധരേണാനിലാത്മജ ചകാരനിനദം ഭൂയോ വ്യവർദ്ധത ജവേഗവാൻ. ദുർധരന്റെ പീഡനങ്ങളേറ്റപ്പോൾ സമർത്ഥനായ വായുപുത്രൻ ശരീരം മുമ്പത്തേക്കാൾ വലുതാക്കുകയും ഉച്ചത്തിൽ ഗർജിക്കുകയും ചെയ്തു. സദൂരം സഹസോൽപത്യാർ ദുർധരസ്യ രഥേ ഹരിഃ നിവപാത മഹാവേഗോ വിദ്യുദ്രാശിർഗിരാവിവ. വിദഗ്ധനായ വാനരൻ വളരെ ദൂരം മേലോട്ട് ഉയർന്ന ശേഷം മലയിൽ ഇടുത്തി എന്ന പോലെ ദുർധരന്റെ തേരിലേക്ക് കുതിച്ചു ചാടി. തതസാ മതിദാഷ്ടാശ്വം രഥം ഭഗ്നാക്ഷകൂപരം വിഹായനപതദ്ഭൂമോ ദുർധരസ്തക്തജീവിത. അപ്പോൾ കുതിരകൾ 8 ചത്ത് അച്ചുതണ്ടും ഏർക്കാലുകളും തകർന്ന തീരിൽ നിന്ന് ദുർധരൻ ജീവനറ്റു നിരത്തു വീണു. തം വിരൂപാക്ഷയൂപാക്ഷോ ദൃഷ്ട്വാ നിബധിതം ഭുവി സഞ്ജാതരോഷോ ദുർദർശാത് ഉൽപ്പേതു ദുരനിന്ദമൗ. അവൻ മരിച്ചു വീണത് കണ്ട് നിർഭയരും ശത്രുഹന്താക്കളുമായ വിരൂപാക്ഷനും യൂപാക്ഷനും ക്രുദ്ധനായി ചാടി എതിർത്തു. സതാഭ്യാം സഹസോൽപത്യ വിഷ്ടിതോ വിമലേംബരേ മുൾഖരാഭ്യാം മഹാബാഹുർ വർഷസ്യ ബിഹദക്കഭിഃ. അതിവേഗം ആകാശത്തിലേക്ക് ഉയർന്നവർ തെളിഞ്ഞ വാനിൽ നിന്നിരുന്ന മഹാബാഹുവായ വാനരന്റെ മാറിൽ മുൾത്തടികൾ കൊണ്ട് ആഞ്ഞു പ്രഹരിച്ചു. തയോർവേഗവതോർവേഗം വിനിഹത്യ മഹാബലഃ നിവപാത പുനർഭൂമോ സുവർണ സമവിക്രമ. മഹാബലവാനും ഗരുഡതുല്യ പരാക്രമനുമായ ഹനുമാൻ കോപിഷ്ഠരായ അവരുടെ ഊക്ക് ശമിപ്പിച്ച ശേഷം ഭൂമിയിലേക്ക് കുതിച്ചു. സതാലവൃക്ഷമാസാദ്യ തമുൾപാഠ്യ ജവാനര താവുപോ രാക്ഷസോ വീരോ ജഗാന ഭവനാത്മജ.
മാരുതി ഒരു സാലവൃക്ഷം പറിച്ചെടുത്ത് ആ 2 രാക്ഷസ വീരന്മാരെയും അടിച്ചു കൊന്നു. തതസ്താം സ്ത്രീൻ ഹതാൻ ജ്ഞാത്വാ വാനരേണ തരസ്സിന അഭിവേദേ മഹാവേഗ പ്രസഹ്യ പ്രഹസോ ഹരിം. കരുത്തനായ വാനരൻ ആ മൂവരെയും കൊന്നത് കണ്ട പ്രഹസൻ വളരെ വേഗം അവനെ ശക്തിയായി എതിർത്തു. മാസകർണശ്ച സംക്രുദ്ധാശൂലമാധായ വീര്യവാൻ ഏകതക്ക വിശാർദൂലം യശസ്സിൻ അപവസ്ഥിതം. വീരനായ വാസകർണൻ ഒരു ദിക്കിൽ നിന്ന് ഒരു ശൂലമെടുത്ത് നിർഭയനായി നിന്നിരുന്ന കപിവീരന്റെ നേർക്ക് ക്രുദ്ധനായി ചെന്നു. പട്ടിശേനാശിതാഗ്രേണ പ്രഹസ പ്രത്യയോദയത് വാസകർണശ്ച ശൂലേന രാക്ഷസകവിസത്തമം. വാനരവീരനെ വാസകർണൻ ഒരു ശൂലം കൊണ്ടും പ്രഹസൻ കൂർത്തമുനയുള്ള ഒരു നെടും കുന്തം കൊണ്ടും കുത്തി. സദാഭ്യാം ഭിക്ഷദീർഘാത്രേ സൃഗ്വേ ദഗ്ധതനൂരുഹ അഭവത് വാനരക്രുദ്ധോ ബാലസൂര്യസമപ്രഭ. ശരീരം മുറിവേറ്റ് ചോരപുരണ്ട രോമങ്ങളോടുകൂടി കൂപിച്ചു നിൽക്കുന്ന വാനരൻ ബാലസൂര്യനെ പോലെ കാന്തിമാനായി തീർന്നു. സമുൽപാട്യാശിരേ ശൃംഗം സമ്യകവ്യാളപാദപം ജഗാന ഹനുമാൻ വീരോ രാക്ഷസോ കവികുഞ്ചര. മൃഗങ്ങളും പാമ്പുകളും വൃക്ഷങ്ങളും നിറഞ്ഞ ഒരു പർവ്വത ശിഖരം പുഴക്കിയെടുത്ത് ഹനുമാൻ 2 രാക്ഷസരെയും വധിച്ചു. തതത്തേഷവസന്നേഷു സേനാപതിഷു പഞ്ചസോ ബലം തദവശേഷം നാശയാമാസവാനര. 5 സേനാധിപന്മാരും മരിച്ചപ്പോൾ ഹനുമാൻ അവസാനിച്ച സേനകളെ മുഴുവൻ കൊന്നു. അശ്വാൻ ഗജേർ നാഗാൻ യോധേര്യോധാന്റെ ധീരതാൻ സകബിർ നാശയാമാസ സഹസ്രാക്ഷായിവാസുരാൻ. ഇന്ദ്രൻ അസുരന്മാരെ എന്ന പോലെ കപിവീരൻ കുതിരകളെ കൊണ്ടും ആനകളെ കൊണ്ടും യോദ്ധാക്കളെ കൊണ്ടും തേരുകളെ കൊണ്ടും അടിച്ചു കൊന്നു. അതേ നാഗൈശ്ച തുരകേർ ഭഗാക്ഷേഷ മഹാരഥേ അതൈശ്ച രാക്ഷസേർ ഭൂമി രുദ്ധമാർഗ സമന്തത. ചത്തുകിടക്കുന്ന ആനകൾ, കുതിരകൾ, കൊല്ലപ്പെട്ട രാക്ഷസർ, തകർന്നു കിടക്കുന്ന തേരുകൾ എന്നിവയാൽ യുദ്ധക്കളം നിറഞ്ഞ് വഴിയില്ലാതെയായി. തതകപിസ്ഥാൻ ധ്വജീനിപതിന്റണേ നിഹത്യ വീരാൻ സബലാൻ സവാഹനാൻ തദേവ വീരപ്രഗ്രഹ്യതോരണം കൃതക്ഷണകാല ഹിവ പ്രജാക്ഷയേ. തതകപിസ്ഥാൻ ധ്വജനീപതിന്റണേ നിഹത്യ വീരാൻ സബലാൻ സവാഹനാൻ തദേവ വീരപരിഗ്രഹ്യതോരണം കൃതക്ഷണകാല ഹിവ പ്രജാക്ഷയേ. സേനാപതികളെ സൈന്യവാഹന സമേതം യുദ്ധത്തിൽ നശിപ്പിച്ച ശേഷം ഹനുമാൻ ഗോപുരവാതിൽക്കൽ മടങ്ങിച്ചെന്ന് ജനങ്ങളുടെ ജീവനെടുക്കാൻ യമൻ എന്ന പോലെ അടുത്ത ഊഴം കാത്തുകൊണ്ടിരുന്നു. ഇതോടുകൂടി 46-ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇനി 47-ാമത്തെ സർഗത്തിൽ അശ്വകുമാര വധാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.